സ്റ്റുഡൻസ്, ബോസൻ രാജീവിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ആദ്യത്തെ യൂണിറ്റായ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം, അതിലെ ആദ്യത്തെ പാഠമായ ദ 3 L's ഓഫ് എംപവർമെന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഇതൊരു സ്പീച്ചാണ്. ഈ സ്പീച്ച് നടത്തിയത് ക്രിസ്റ്റീൻ ലഗാർഡ്, ഫ്രാൻസിലെ ആദ്യത്തെ വനിതാ ധനകാര്യമന്ത്രി. അതുപോലെ തന്നെ IMFന്റെ നേതൃത്വത്തിലേക്ക് വന്ന ആദ്യ വനിതകളിൽ ഒരാളായ ക്രിസ്റ്റീൻ ലഗാർഡ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വായിക്കാം. ക്രിസ്റ്റീൻ ലഗാർഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണ് നോക്കാം. Christine Lagarde, born in Paris on 1st January 1956, is the first woman to become the finance minister of a G8 economy and to head the International Monetary Fund. അപ്പോൾ ക്രിസ്റ്റീൻ ലഗാർഡ് ജനിച്ചത് പാരീസിൽ ഒരു പുതുവത്സരത്തിൽ ജാനുവരി 1 ആണ്. വർഷം 1956. She is the first woman to become the finance minister of a G8 economy. G8 എക്കോണമിയുടെ ധനകാര്യ മന്ത്രിയായ ആദ്യത്തെ വനിതയാണ്. And to head the International Monetary Fund, IMFനെ നയിച്ച വനിതയാണ് ഇവർ. She calls for opening the doors to women's learning, labor and leadership in the economic field. അപ്പോൾ അവര് ഈ പ്രസംഗത്തിലൂടെ അവരെ ആഹ്വാനം ചെയ്യുകയാണ്. കാൾസ് എന്ന് പറയാൻ ആഹ്വാനം ചെയ്യുക. കാൾ എന്ന വാക്കിന് വിളിക്കുക എന്നൊരു അർത്ഥമുണ്ട്, ആഹ്വാനം ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഷീ കോൾസ് ഫോർ ഓപ്പണിംഗ് ദ ഡോർസ് ടു വിമൻസ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ സ്ത്രീകളിലെ ഈ മേഖലകളിലേക്ക് അവർക്ക് വാതിലുകൾ തുറന്നു കൊടുക്കാൻ. ലേബർ, ആദ്യം ലേണിംഗ്, പിന്നെ ലേബർ, പിന്നെ ലീഡർഷിപ്പ് ഇൻ ദ എക്കണോമിക് ഫീൽഡ്. This speech was delivered at the National Democratic Institute, Washington DC on 19th May 2014. ഈ പ്രസംഗം വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് അവർ നടത്തിയ പ്രസംഗമാണ്. മെയ് 19, 2014. അപ്പോൾ ഇതില് ഇവര് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചും അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ലെസണിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം ആ ടെക്സ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ മീനിങ് ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞുതരാം. ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വിമൻ ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവറി സൊസൈറ്റി. ഇൻ അവർ കൺട്രി we have achieved partial success, but we still have a long way to go. What should we do to achieve this goal? അപ്പോൾ ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോചനം. എംപവർമെന്റ്, ശാക്തീകരണം. ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വുമൻ ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ്. പ്രൈം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവറി സൊസൈറ്റി. എല്ലാ സമൂഹത്തിലും സ്ത്രീ ശാക്തീകരണവും സ്ത്രീ വിമോചനവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഇൻ അവർ കൺട്രി വി ഹാവ് അച്ചീവ്ഡ് പാർഷ്യൽ സക്സസ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ ഭാഗികമായി ഇക്കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു. ബട്ട് വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. പക്ഷെ നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. വാട്ട് ഷുഡ് വി ഡു ടു അച്ചീവ് ദിസ് ഗോൾ? ഈ ലക്ഷ്യം നേടാൻ നമ്മൾ എന്ത് ചെയ്യണം? Here is a speech on the requisites of women empowerment, the 3 L's of empowerment. അപ്പോൾ ഈ പ്രസംഗം ആരംഭിക്കുന്നത് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. ആദ്യം വിഷ് ചെയ്യുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. It is great to be among friends and kindred spirits. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയൊരു വാക്ക് പറയുന്നത് കിൻഡ്രഡ്.
I-N-D-R-E-D. Kindred എന്ന് പറഞ്ഞാൽ ലൈക്ക് മൈൻഡഡ്. ലൈക്ക് മൈൻഡഡ്, M-I-N-D-E-D. കിൻഡ്രഡ്. കിൻഡ്രഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് മൈൻഡഡ്, ഒരുപോലെ ചിന്തിക്കുന്നവർ. അപ്പോൾ സമാന ചിന്താഗതിക്കാർ അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ വളരെയധികം ഗ്രേറ്റ് ആയ ഒരു ഫീലിംഗ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. കാരണം ഈ വുമൻസ് എംപവർമെന്റിന്റെ മീറ്റിംഗ് ആക്ട് ചെയ്തത് തീർച്ചയായിട്ടും അതിനുവേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും. അപ്പൊ എല്ലാവരും സ്ത്രീ ശാക്തീകരിക്കപ്പെടണം എന്ന് മനസ്സുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സദസ്സിൽ നിൽക്കുക വളരെ ഗ്രേറ്റ് ആയ ഒരു ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്ത്യൻ ലഗാർഡിന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. The 21st century poses many challenges that require new ways of thinking. None more important than the economic role of women in a rapidly changing world. അപ്പോൾ ഈ 21ാം നൂറ്റാണ്ടില് 21st സെഞ്ചുറി ഒരുപാട് ചലഞ്ചസ് നമ്മൾ നേരിടുന്നു. ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെല്ലുവിളികൾ. നൺ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ എക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. അപ്പോൾ ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ് നോക്കാം. ദ എക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വെല്ലുവിളി. ദ എക്കണോമിക്, ECONOMIC, the economic role of women. The economic role of women, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. 21ാം നൂറ്റാണ്ടിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? The economic role of women in a rapidly changing world. നമുക്കറിയാം ഈ ലോകത്ത് അനുദിനം ഇന്ന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അതിവേഗം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായി നമ്മൾ മാറണം, ലോകം മാറണം. അപ്പൊ സ്ത്രീകളെയും നമ്മൾ മാറ്റിയെടുക്കണം. But women today remain blocked from contributing their true potential. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അൺഫോർച്ചുനേറ്റ്ലി വിമൻ റിമെയിൻ ബ്ലോക്ക്ഡ്. BLOCKD, ബ്ലോക്ക്ഡ് എന്നാൽ അവർ തടയപ്പെട്ടിരിക്കുന്നു. ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ദർ ട്രൂ പൊട്ടൻഷ്യൽ, അവർ യഥാർത്ഥ കഴിവിന് അനുസൃതമായി അവർക്ക് സംഭാവന നൽകാൻ അവർക്ക് കഴിയുന്നില്ല. വിമൻ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ദർ ട്രൂ പൊട്ടൻഷ്യൽ. ദിസ് has a huge cost. ഇതിന് വലിയ വില നൽകേണ്ടി വരുന്നു. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വലിയ, കോസ്റ്റ് വില. ഇതിന് വലിയ വില നൽകേണ്ടി വരുന്നു. ഹ്യൂജ് കോസ്റ്റ്, ഹ്യൂജ് കോസ്റ്റ്. ഇതിന് വലിയ വില നൽകേണ്ടി വരുന്നു. അപ്പോ സ്ത്രീകൾക്ക് അവരുടെ കഴിവ് അനുസൃതമായി ഉയരാൻ കഴിയാത്തതുകൊണ്ട് ലോകം വലിയ വില നൽകേണ്ടി വരുന്നു. എന്താണ് നോക്കാം. ഇൻ സം കൺട്രീസ് per capita income lag significantly because women are denied equal opportunity. ചില രാജ്യങ്ങളിൽ per capita income, പ്രതിശീർഷ വരുമാനം ഗണ്യമായി കുറയുന്നു. lags significantly ഗണ്യമായി, ശ്രദ്ധേയമായ രീതിയിൽ, because women are denied equal opportunity. അപ്പൊ ഇതാണ് നമ്മൾ നൽകേണ്ടി വരുന്ന വില. എന്താണ്? പ്രതിശീർഷ വരുമാനം ഒരു കുടുംബത്തിന്റെ, അപ്പോൾ കുടുംബമാണല്ലോ രാജ്യത്തിന്റെ ഒരു ബേസിക് യൂണിറ്റ്. അപ്പൊ അതിന്റെ ഫലമായി രാജ്യത്തിന്റെ തന്നെ പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം ലാഗ് സിഗ്നിഫിക്കന്റ്ലി. They represent half the world's population. ലോക ജനസംഖ്യയുടെ നേർ പകുതിയാണ് സ്ത്രീകൾ. ബട്ട് കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50% of economic activity. പക്ഷേ അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ 50% നിന്നും വളരെ താഴെയാണ്. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the
3 L's of empowerment. അപ്പോൾ ഈ ചിത്രം മാറാൻ ഒരു മാർഗമേ ഉള്ളൂ. എന്താണ്? We should make a concerted effort. പുതിയ വാക്ക് concerted. Concerted എന്ന് പറഞ്ഞാൽ collective. 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 നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഒരു എഫേർട്ട് ഒരു പരിശ്രമം നടത്തണം. എന്തിന്? ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി. അവസരങ്ങളുടെ വാതായനങ്ങൾ. ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി വിത്ത് വാട്ട് ഐ കോൾ ദ 3 L's. അപ്പൊ സ്ത്രീകൾക്ക് എങ്ങനെ അവസരങ്ങൾ കൊടുക്കാൻ കഴിയുന്നത്? ഈ 3 L'സിലൂടെ. ഏതൊക്കെയാണ്? ഓഫ് വിമൻ എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ 3 L'കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ലേബർ. 1 ലേണിംഗ്. 2 ലേബർ. 3 ലീഡർഷിപ്പ്. അപ്പോൾ ഈ വാദാനങ്ങൾ ഏതൊക്കെയാണ്? 1 ലേണിംഗ്. ആദ്യത്തെ ലേണിംഗ്. 2 ലേബർ. 3 ലീഡർഷിപ്പ്. ഇതാണ് the 3 L's of women empowerment. ലേണിംഗ് വിദ്യാഭ്യാസം, ലേബർ തൊഴിൽ, അവസാനം തൊഴിൽ മേഖലയിൽ അവരെവിടെ എത്തും? അതിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതോടെ ലീഡർഷിപ്പ്. അപ്പൊ ഇതാണ് 3 L's of women empowerment. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്രിസ്ത്യൻ ലേഖകർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്ത് പറയാം. ഒന്ന്, 21st സെഞ്ചുറിയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ദ എക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തം. 2, സ്ത്രീകൾ ലോക ജനസംഖ്യയുടെ 50%. അപ്പൊ അവർക്ക് അവസരങ്ങൾ നിഷേധിക്കുമ്പോൾ നമ്മൾ വലിയ വില നൽകേണ്ടി വരുന്നത്, ഹ്യൂജ് കോസ്റ്റ് നൽകേണ്ടി വരുന്നത്. എന്താണ് വലിയ വില? പെർ ക്യാപിറ്റ ഇൻകം ലാഗ് സിഗ്നിഫിക്കന്റ്ലി. പ്രതിശീർഷ വരുമാനം ഗണ്യമായി കുറയുന്നു. ഇപ്പൊ ഇതിനുള്ള പരിഹാരം എന്താണ്? പരിഹാരമാണ് അവസാനം പറഞ്ഞത്. We should make a concerted means collective. നമ്മളൊരു collective effort നടത്തണം. എന്തിന്? To open the door to opportunity. അവർക്ക് അവസരങ്ങൾ തുറന്നു കൊടുക്കാൻ. എങ്ങനെ? By the 3 L's of empowerment. ഏതൊക്കെയാണ് 3 L's? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. വിദ്യാഭ്യാസം, തൊഴിൽ, നേതൃത്വം. ഈ 3 മേഖലകളിൽ സ്ത്രീകൾക്ക് അവസരങ്ങളുടെ പ്രാധാന്യം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ ലേഖകർ പറയുന്ന പരിഹാരം. അപ്പൊ നമ്മൾ ഇനി 3 L'സിലെ ആദ്യത്തേത് ലേണിംഗ്. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. Education is the foundation upon which any change is built. അപ്പോൾ ലേണിംഗിനെ കുറിച്ച് പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ്? എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ചേഞ്ചസ്. എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനം എഡ്യൂക്കേഷനാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ് and break the shackles of exclusion. അപ്പോൾ ലേണിംഗ് കൊണ്ട് എന്ത് ഗുണമാണെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ്. അപ്പോൾ സ്വയം സഹായിക്കാൻ. ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. നമ്മളിവിടെ പുതിയൊരു വാക്ക് പഠിക്കുന്നത് ഷാക്കിൾസ്. ഷാക്കിൾസ് എന്ന വാക്കിന്റെ അർത്ഥം ചങ്ങല അല്ലെങ്കിൽ കെട്ട്, ബന്ധനം. SHACKLES. ഷാക്കിൾസ് എന്ന ബോണ്ടേജ്. ചെയിൻസ്. CHAINS. But learning helps women to help themselves and break the shackles of exclusion. ഇപ്പോൾ ലേണിംഗിനെ കുറിച്ച് 2 പോയിന്റാണ് ഇവിടെ വന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ചേഞ്ചസ്. എല്ലാ ചേഞ്ചിന്റെയും അടിസ്ഥാനം എഡ്യൂക്കേഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ്, ലേണിംഗ് ഹെൽപ്സ് വുമൺ. ലേണിംഗ് സ്ത്രീകളെ സഹായിക്കുന്നു. എന്തിന്? ടു ഹെൽപ്പ് ദംസെൽവ്സ്. സ്വയം സഹായിക്കാനും. ആൻഡ് ബ്രേക്ക് ദ
ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഷാക്കിൾസ് എന്ന് പറഞ്ഞാൽ ചങ്ങലകൾ, എക്സ്ക്ലൂഷൻ എന്ന് എന്താണ്? അവഗണന, ഒറ്റപ്പെടൽ. ഇപ്പോൾ ഒരു ജോലിക്ക് നമ്മൾ അപേക്ഷിക്കുന്നു, അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അപേക്ഷിക്കുന്നു. അപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിന് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചില്ല എങ്കിൽ അവരെന്ത് ചെയ്യും? നിനക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? മാറ്റി നിർത്തും. അപ്പോൾ അതാണ് എക്സ്ക്ലൂഷൻ. അപ്പോൾ ലേണിംഗ് helps women to help themselves and break the shackles of exclusion. Nowhere is this more essential than in the developing world. ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം എവിടെയാണ്? In the developing world. വികസ്വര രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും ആവശ്യം. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. അപ്പോൾ ഒരു ആഫ്രിക്കൻ അഡേജ്, നമ്മൾ പുതിയ വേറെ വാക്കുകൾ പഠിക്കുന്നു. അഡേജ് എന്ന് പറഞ്ഞാൽ വൈസ് സേയിങ്, പ്രോവർബ്, പഴഞ്ചൊല്ല്. ഈ പഴഞ്ചൊല്ല് വ്യക്തമാക്കുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം. ഈ പഴഞ്ചൊല്ല് എന്താണ്? If you educate a boy, you train a man. If you educate a girl, you train a village. എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അത് അവനിൽ ഒതുങ്ങുന്നു. If you educate a boy, you train a man. അപ്പൊ അതിന് കാരണം നമുക്ക് പറയാം, ഇപ്പൊ ആൺകുട്ടി വിദ്യാഭ്യാസം കൊണ്ട് അവന് തൊഴിൽ നേടി അവൻ ചിലപ്പം മറ്റു നാടുകളിലേക്കൊക്കെ പോകാം. കാരണം അവനാണ് ബ്രെഡ് വിന്നർ. ഇപ്പൊ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അവൻ ദൂരെ പോകേണ്ടി വരും. അപ്പൊ പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കുന്നത്, മക്കളെ നോക്കുന്നത് ഒക്കെ ആരാണ്? വുമണാണ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയ ഒരു മദർ തീർച്ചയായിട്ടും ആ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നു. അതുകൊണ്ട് ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഗേളാണ് കുറെ കൂടി നന്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറെ കൂടി ഫലപ്രദം, കുറെ കൂടി യൂസ്ഫുൾ എന്ന് സൂചിപ്പിക്കുന്നു. ഇഫ് എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. ഒരു ഗ്രാമത്തിന് മുഴുവൻ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് തുല്യമാണ് ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്ന് പറയുന്നു ആഫ്രിക്കൻ അഡേജ്.